നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് തുടരും സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാനാണ്. ഗൈസ്, മൊത്തത്തിലൊരു ലാലേട്ടൻ മായമാണ്. നാളെ എമ്പുരാൻ റിലീസാവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എമ്പുരാൻ്റെ കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല. 28-ാം തീയതി PVR കിട്ടിയത്. ടിക്കറ്റ് പൈസയുടെ ശരിക്കും കോർപ്പറേറ്റുകൾ അറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇവന്മാരൊരു ഒരു സൈക്കോളജി എന്താണെന്നറിയാമോ? അതായത് നമ്മൾ തിയേറ്ററിൽ പോവില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് പോവാത്ത സ്ഥലത്തിൽ ഇവർ വില കുറക്കും, 99 രൂപയാക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നമ്മുടെ പടം അമിഗോസൊക്കെ, അതായത് നമ്മുടെ ആസിഫലിയുടെ പടമൊക്കെ 99 രൂപക്കാണ് PVR പോയി കണ്ടത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്കുള്ള ഹൈപ്പും, അതായത് സിനിമ കാണുന്ന ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ റോക്കറ്റ് പോലെയാണ് കൂട്ടുന്നത് വില PVR. നമുക്ക് M-കൂപ്പൺ ഉണ്ടായതുകൊണ്ട് M-കൂപ്പൺ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ അത് വിട്, നമുക്ക് തുടരും ട്രെയിലർ ഒന്ന് നോക്കാം. ഇതിൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഗൈസ്. ശോഭന ചേച്ചിയും ലാലേട്ടനും പഴയ ഫോട്ടോ ഒന്ന്. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? എടി സത്യം, എനിക്കുണ്ടായിരുന്ന ട്യൂഷൻ ക്ലാസ്സിൽ, അത് സ്കൂളല്ല ട്യൂഷൻ ക്ലാസ്സിൽ, സ്കൂളിലൊക്കെ കണക്കായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും. സ്കൂളിൽ പഠിച്ചത് ക്ലിയർ ചെയ്യാനാണ് ട്യൂഷൻ ക്ലാസ്സിൽ പോണത്. ട്യൂഷൻ ക്ലാസ്സിലുള്ള ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ ലാസ്റ്റ് എപ്പോഴും പുറത്താണ് ഇരിക്കുന്നത്. ലെറ്റ്സ് വാച്ച്. നല്ല ടോൺ വരും. Go to your classes. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. സത്യം, സാധാരണ നമ്മള് ട്രോളണല്ലേ കുറെ ആൾക്കാർ പറയുമല്ലോ, ലാലേട്ടൻ്റെ താടി പഠിക്കണം. പക്ഷെ അതൊരു ഇതിലെടുത്തിട്ടുണ്ട്, ഒരു ട്രോൾ പോലെ ഒരു ഇതെടുത്തിട്ടുണ്ട്. താടിക്ക് എന്തോ പ്രശ്നമൊന്നും. വാച്ച്. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണ്. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. കണ്ടിട്ടൊരു പക്ക കുടുംബ ചിത്രം. എനിക്ക് ഷിക്കാർ സിനിമയുടെ ഒക്കെ പോലത്തെ സീനൊക്കെ തോന്നിയേട്ടാ. ഇതിൽ ലാലേട്ടൻ എനിക്കൊന്നൊരു ടാക്സി ഡ്രൈവറാണ്. ഒരു ഫാമിലി കുടുംബ ചിത്രം. അതിൽ തന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സത്യം പറഞ്ഞ ഇത് ആ ഷിക്കാറിൻ്റെയൊക്കെ വൈബ് അടിച്ചു. ലാലേട്ടൻ താടിയൊക്കെ വെച്ചിട്ട് ഒരു ഷിക്കാർ സിനിമയിൽ താടിയൊന്നുമില്ല, പക്ഷെ ഏകദേശം ഇതേപോലത്തേക്ക് ഒരു ടോൺ തോന്നി എനിക്ക്. ഒരു ഫാമിലി ഫിലിം ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ഹൈപ്പിന് വളരെ വലുതായിരിക്കും സുഹൃത്തുക്കളെ. കാരണം എമ്പുരാൻ ഓൾറെഡി തിയേറ്ററിലുള്ളതാണ്. അപ്പോൾ എമ്പുരാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇറങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇത് ബിൽഡ് ആവുമല്ലോ. ലാലേട്ടൻ്റെ ആ ഒരു ഇത്രയും നാളിപ്പോൾ ഒരു സിനിമകൾ ഇറക്കിയാലും മിക്കതും പൊട്ടിയിട്ടുണ്ട്. മോൺസ്റ്റർ, വാലിബൻ ഈ അടുത്ത് ഇറങ്ങിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആകെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഒരു കിക്ക് കിട്ടിയ സിനിമ, അല്ലെങ്കിൽ ഇത്തിരി ഹൈപ്പ് കിട്ടിയ പടം, തിയേറ്ററിൽ റണ്ണായ പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുള്ളിക്കാരൻ വക്കീലായിട്ട് വരുന്ന നേര് സിനിമയാണ്. ബാക്കിയെല്ലാം ആവറേജ്. പിന്നെ L2 എന്തായാലും ഹിറ്റാണ്, മാസീവ് ഹിറ്റ് ഓഫ് ദി ഇയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ഇതായിരിക്കും പിന്നെ വരുന്നൊരു ബെസ്റ്റ് പടം. മൊത്തത്തിലൊരു മയമാണ്, ലാലേട്ടൻ മയമാണ്. പിന്നെ ബസൂക്കയും വരുന്നുണ്ട്, അതും എനിക്ക് കാണണം. തുടരും സിനിമ ആക്ച്വലി വളരെ മുമ്പ് ഇറങ്ങേണ്ടതാണ്. അതായത് നമ്മുടെ ഡൊമിനിക്കിൻ്റെ ഒപ്പം ഇറങ്ങേണ്ടതാണ്. ഡ്യൂ ടു സം OTT സംഭവങ്ങൾ, എന്തൊക്കെയോ സംഭവങ്ങൾ കാരണം കൊണ്ട് അതിൻ്റെ റിലീസ് മാറ്റി വെച്ചാണ്. പക്ഷെ ഇനി ബെസ്റ്റ് റിലീസാണ് ഇനി വരുന്നത്. കാരണം ഓൾറെഡി ലാലേട്ടൻ്റെ എമ്പുരാൻ അതിൻ്റെ ഹൈപ്പ് ഉണ്ടാവും.
സ്വാഭാവികമായിട്ട് അടുത്ത സിനിമ വരുമ്പോൾ ആൾക്കാർ എന്തായാലും പോയി കാണും. അപ്പോൾ ബെസ്റ്റ് ടൈമാണ് ആക്ച്വലി തുടരും സിനിമ റിലീസ് ചെയ്യാനായിട്ട്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ബൈ.